നിന്നെ വെച്ചിട്ടാണ് എനിക്കൊരു സമാധാനക്കേട്. എന്ത് സമാധാനക്കേട്? എത്രയാ നിന്നോട് പറയാ, ഒരു കുടുംബമാണെങ്കിൽ തട്ടി മുട്ടിയിട്ടൊക്കെ ഉണ്ടാവും. നീ ഇത്രയും വാശി പിടിക്കാനും മാത്രമൊന്നും ഇല്ല. അവരെത്രത്തോളം വിളിച്ചു പറഞ്ഞിട്ടും ഉമ്മ ഈ പറയുന്ന പോലെ ഒന്നല്ല. ഇവിടെ വന്ന് വർത്താനം പറയുന്നത് കണ്ടിട്ട് അവര് ഇതിലൊന്നും മയങ്ങണ്ടിട്ട് അവിടെ പോയി അവർക്ക് വേറെ തനി സ്വഭാവമാണ്. ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുന്ന എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് കുടുംബമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, എല്ലാവരുടെ കുടുംബത്തും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ അത് വെച്ചിട്ട് വലുതാക്കുകയാണെങ്കിൽ അത് പ്രശ്നം തീരുകയില്ല. അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ഇനി നാളേക്ക് എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, നാളേക്ക് അവന്റെ ഒരു കാര്യം കൂടെ ഉള്ളതല്ലേ. ഒരു കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതല്ലേ. അപ്പൊ അവര് കൊടുന്ന ആ കുട്ടി ഇങ്ങനെ കാട്ടുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടാവും, വിഷമം ഉണ്ടാവില്ലേ? അതേപോലെ ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് സമാധാനം. നീ ബാഗിൽ തുണിയൊക്കെ ആക്കാൻ നോക്ക്. എന്തായാലും അവരോട് ബിസ്മിയും പറഞ്ഞ് ഇറങ്ങി പോകാൻ നോക്ക്. നീ അതൊന്നും പറഞ്ഞിട്ടൊന്നും ഇനി നിൽക്കണ്ട. ഞാൻ സമ്മതിക്കൂല്ല, ഇനി ഞാൻ സമ്മതിക്കൂല്ല. നിന്റെ ഇനി ഒരു വാശിക്ക് ഞാൻ നിന്ന് തരൂല്ല. അതൊക്കെ ഉണ്ടാവും. കുടുംബമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും.